ഇസ്രായേൽ ഹമാസ് ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ വിവിധ രാജ്യങ്ങളുടെ നിരവധി കപ്പലുകളാണ് ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണത്തിന് ഇരയായത്. ബ്രിട്ടന്റെയും ഹമാസിന്റെയും അടക്കം വാണിജ്യ കപ്പലുകൾ അവർ കടലിൽ മുക്കി. ഇപ്പോഴിതാ ഹൂതികളുടെ കപ്പൽ ആക്രമണങ്ങൾക്ക് പിന്നിലെ ശക്തി കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് അമേരിക്ക. ചെങ്കടലിൽ ചരക്കു കപ്പലുകളെ ആക്രമിക്കാനായി യമനിലെ ഹൂതികൾക്ക് ഒത്താശ ചെയ്യുന്നത് റഷ്യയാണെന്നാണ് അമേരിക്കയുടെ ആരോപണം. ഹൂതികളെ സഹായിക്കാൻ റഷ്യ രഹസ്യാന്വേഷണ സൈനിക ഉദ്യോഗസ്ഥരെ യമനിൽ നിയോഗിച്ചതായാണ് യുഎസിലെ ഒരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ പറയുന്നത്. റഷ്യയുടെ GRU മിലിറ്ററി ഇന്റലിജൻസ് അംഗം യമനിൽ ഉപദേശക റോളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും യുഎസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് മിഡിൽ ഈസ്റ്റ് അയാൺ റിപ്പോർട്ട് ചെയ്തു. പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങൾക്ക് സഹായമേകാൻ കുറെ മാസങ്ങളായി റഷ്യൻ രഹസ്യാന്വേഷണ വിഭാഗം യമനിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അന്താരാഷ്ട്ര സമൂഹത്തിനിടെ ഹൂതികൾക്കുള്ള പിന്തുണ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം റഷ്യ വിപുലപ്പെടുത്തുന്നതിനിടെയാണ് പുതിയ വെളിപ്പെടുത്തൽ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഹൂതികൾക്ക് അത്യാധുനിക ക്രൂയിസ് മിസൈലുകൾ നൽകാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തീരുമാനിച്ചിരുന്നെങ്കിലും സൗദി അറേബ്യ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇടപെട്ടതിനെ തുടർന്ന് പിന്മാറുകയായിരുന്നു. പുടിൻ ഹൂതികളെ ആയുധമാക്കാനുള്ള സാധ്യത യുഎസ് തള്ളിക്കളയുന്നില്ല. അതേസമയം യുക്രൈനെ ഉപയോഗിച്ച് റഷ്യയെ ആക്രമിക്കാനുള്ള അമേരിക്കയുടെ തീരുമാനത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനുള്ള റഷ്യയുടെ ഒരു തന്ത്രമായും ഹൂതികളുമായുള്ള ബന്ധം കണക്കാക്കുന്നുണ്ട്. എന്നാൽ റഷ്യ ഉപദേഷ്ടാവ് യമനിൽ എവിടെയാണ് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത ലഭിച്ചിട്ടില്ല. ജൂലൈയിൽ റഷ്യയുടെ വിദേശകാര്യ മന്ത്രിയായ മിഖായേൽ ബൊഗാതാനേവ് ഹൂതി വക്താവ് മുഹമ്മദ് അബ്ദുൽ സലാമുമായി മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു.